ഏവർക്കും ടീച്ചർ അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പല ജില്ലകളുടെയും സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതുണ്ട്, സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടവർ എത്രയാണ് 2 വർഷത്തേക്ക് ഫീസായി അടയ്ക്കേണ്ടത്, സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫീസ് ഇളവ് ലഭിക്കുന്നത് ആർക്കൊക്കെയാണ്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട കുട്ടികൾ സെൽഫ് ഫിനാൻസ് കോളേജിന്റെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുമോ, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ പോലെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ സെൽഫ് ഫിനാൻസ് കോളേജുകളിലും ഉണ്ടാകുമോ, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളും അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് സെൽഫ് ഫിനാൻസ് കോളേജ്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളും സെൽഫ് ഫിനാൻസ് കോളേജുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് പരിശോധിക്കാം. സെൽഫ് ഫിനാൻസ് കോളേജുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അൺഎയ്ഡഡ് കോളേജുകൾ. അൺഎയ്ഡഡ് കോളേജുകളിൽ 50% സീറ്റുകൾ മാനേജ്മെന്റ് സീറ്റും 50% സീറ്റുകൾ മെറിറ്റ് സീറ്റുമായിരിക്കും. സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ 50% സീറ്റുകളിൽ നിയമനം നടത്തുന്നത് ഗവൺമെന്റും ബാക്കിയുള്ള 50% സീറ്റുകളിൽ മാനേജരുമാണ് നിയമനം നടത്തുന്നത്. DLEDന് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ വളരെ കുറഞ്ഞ ഫീസാണ് ഈടാക്കുന്നതെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് 2 വർഷത്തേക്ക് 60,000 രൂപ ട്യൂഷൻ ഫീസായി ഈടാക്കാറുണ്ട്. ഈ 60,000 രൂപ എന്ന് പറയുന്നത് ഗവൺമെന്റ് നിശ്ചയിച്ച ഫീസാണ്. ആ ഫീസിൽ വിവിധ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഫീസ് ഇളവ് ലഭിക്കാറുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തായിട്ട് പറയാം. ഗവൺമെന്റ് കോളേജുകൾ, എയ്ഡഡ് മൈനോറിറ്റി കോളേജുകൾ, സെൽഫ് ഫിനാൻസ് കോളേജുകളിലെല്ലാം പരീക്ഷ, അതേപോലെ ടീച്ചിങ് പ്രാക്ടീസ്, ക്ലാസ്സുകൾ, പഠിക്കുന്ന വിഷയങ്ങൾ എന്നിവ സെയിം ആയിരിക്കും. അതിനകത്ത് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായിരിക്കില്ല. അതേപോലെ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റിനും ഒരേ വാല്യൂ തന്നെയായിരിക്കും. സെൽഫ് ഫിനാൻസ് കോളേജുകളാണ് കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണ്. സെൽഫ് ഫിനാൻസ് കോളേജുകളെ റാങ്ക് ലിസ്റ്റിനകത്ത് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ നിർബന്ധമായും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. കാരണം ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ അപേക്ഷ കൊടുത്ത ഒട്ടുമുക്കാൽ പേരും സെൽഫ് ഫിനാൻസ് കോളേജുകളിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 2 റാങ്ക് ലിസ്റ്റിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടാവാറുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ മാത്രമേ കുട്ടികൾ അഡ്മിഷൻ എടുക്കുള്ളൂ. കാരണം 6,000 രൂപയാണ് ഗവൺമെന്റ് ഫീസ് വരുന്നതെങ്കിൽ 60,000 രൂപയാണ് സെൽഫ് ഫിനാൻസ് മെറിറ്റ് സീറ്റിൽ ഫീസായിട്ട് വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് എയ്ഡഡ് റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട കുട്ടി കൂടുതലും സാധ്യത ഗവൺമെന്റ് കോളേജ് തന്നെ തിരഞ്ഞെടുക്കാനാണ്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ഒരുപാട് പേര് 2 ലിസ്റ്റിനകത്ത് വരും. അങ്ങനെയുള്ള ഒഴിവുകൾ, ആ ഒഴിവുകളിലേക്ക് സെൽഫ് ഫിനാൻസ് വെയിറ്റിംഗ് ലിസ്റ്റിനകത്തുള്ള കുറേ പേര് എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിനകത്ത് നിർബന്ധമായിട്ടും പങ്കെടുക്കുക. പിന്നീട് നിങ്ങൾക്കൊരു അവസരം ലഭിക്കില്ല. കഴിഞ്ഞ വർഷം പല ജില്ലകളിലും അഡ്മിഷന് പോയ പല കുട്ടികൾക്കും അവസാന സമയത്ത് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇന്റർവ്യൂ ബോർഡിലുള്ളവർ മടങ്ങിപ്പോയാൽ മാത്രമേ തിരിച്ചു വരാവൂ. അതുവരെ നിങ്ങൾ അവിടെ തുടരുക. കാരണം വരുന്ന ഒഴിവുകളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ അവർ തിരിച്ചു പോവുകയുള്ളൂ. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും കൃത്യസമയത്ത് തന്നെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുക. വൈകിയാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു അവസരം ലഭിക്കുന്നതല്ല. സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടാലും ഗവൺമെന്റ് റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞാലും ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ സെയിം ആണ്. അതിനകത്ത് യാതൊരുവിധ വ്യത്യാസങ്ങളും ഇല്ല. മെയിൻ ലിസ്റ്റിലാണെങ്കിൽ SSLC, +2, TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അഥവാ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ നിങ്ങളുടെ SSLC, +2, റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ NSS, NCC ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കുക. മെയിൻ ലിസ്റ്റിലാണെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. സെൽഫ് ഫിനാൻസ് കോളേജിന്റെ ഇന്റർവ്യൂ സമയത്തും സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ മാത്രമാണ് നടക്കുന്നത്. ഗവൺമെന്റ് കോളേജിലെ പോലെ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഏത് കോളേജാണ് വേണ്ടത് എന്നുള്ളവർ കൃത്യമായിട്ട് ചോദിക്കും. നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ വേണ്ടത് ആ കോളേജിന്റെ പേര് ആ ഒരു ഇന്റർവ്യൂ സമയത്ത് പറഞ്ഞാൽ മതിയാകും. അതിനുശേഷം 2 അല്ലെങ്കിൽ 3 ദിവസം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി തരാറുണ്ട്. സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് 2 വർഷത്തേക്ക് വരുന്ന ഫീസ് 60,000 രൂപയാണ്. 60,000 രൂപ 4 സെമസ്റ്ററുകളിലായിട്ടാണ് നിങ്ങൾ അടച്ചു തീർക്കേണ്ടത്. ഓരോ സെമസ്റ്ററിലും 15,000 രൂപ വെച്ച് 4 സെമസ്റ്ററുകളിലായിട്ട് 60,000 രൂപ അടച്ചു തീർക്കണം. ഈ 60,000 ട്യൂഷൻ ഫീസ് കൂടാതെ 5,000 രൂപ അഡ്മിഷൻ ഫീസും അതേപോലെ യൂണിഫോം ഫീസും പല കോളേജുകളും ഈടാക്കാറുണ്ട്. ഈ ട്യൂഷൻ ഫീസ്, അതേപോലെ അഡ്മിഷൻ ഫീസ്, യൂണിഫോമിന്റെ പൈസ, PTA ഫണ്ട് എന്നിവയല്ലാതെ മറ്റ് യാതൊരുവിധ പൈസകളും സെൽഫ് ഫിനാൻസ് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ കൊടുക്കേണ്ടതില്ല. അതായത് നിങ്ങൾ ടൂറ്, ക്യാമ്പ്, പുസ്തകത്തിന്റെ പൈസ എന്നിവ നൽകേണ്ടതില്ല എന്നല്ല പറയുന്നത്. ചില കോളേജുകൾ അഡീഷണൽ ആയിട്ട് ചില കോഴ്സുകൾ പഠിക്കണം, നിങ്ങൾ അതിന് നിർബന്ധമായും ചേർന്നേ മതിയാകൂ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ യാതൊരുവിധ നിബന്ധനകളും ഇല്ല. 2 വർഷത്തേക്ക് 60,000 രൂപ ട്യൂഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ്, PTA ഫണ്ട്, യൂണിഫോമിന്റെ പൈസ, ക്യാമ്പ്, ടൂറ് പൈസ, ബുക്കിന്റെ പൈസ എന്നിവ നൽകിയാൽ മതിയാകും. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ മറ്റൊരു കോഴ്സ് ഇതിന്റെ കൂടെ എടുത്ത് പഠിക്കേണ്ടതായിട്ടില്ല. സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ആർക്കൊക്കെയാണ് ഫീസ് ഇളവുള്ളത്
എന്ന് നോക്കാം. സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് SC, ST, OEC, OBH കാറ്റഗറികൾക്ക് ഫീസ് അളവുണ്ട്. ഈ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഈ ഗ്രാന്റ് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 2 വർഷത്തേക്ക് ട്യൂഷൻ ഫീസായി 60,000 രൂപ ഉണ്ടായിരിക്കുന്നതല്ല. അവർ ആകെ അഡ്മിഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. അതേപോലെ ഫിഷർമാൻ സ്കോളർഷിപ്പ് DLEDന് ലഭിക്കാറുണ്ട്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ അപേക്ഷ കൊടുത്ത കുട്ടികൾ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കും അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട കുട്ടികൾ കൂടുതലായിട്ട് സെൽഫ് ഫിനാൻസ് കോളേജിന്റെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഗവൺമെന്റ് കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. ആ സാഹചര്യത്തിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ആദ്യ റാങ്കിലുള്ള ഒരുപാട് കുട്ടികൾ വരാതിരിക്കും. അതിന് പകരമായിട്ട് സെൽഫ് ഫിനാൻസ് കോളേജിന്റെ വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് നിന്ന് ഒരുപാട് കുട്ടികളെ എടുക്കാറുണ്ട്. അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. DLEDുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ വിവരങ്ങളും കൃത്യമായി നിങ്ങളിലേക്ക് ലഭിക്കുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.